ഇപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറം വട്ടക്കുളം ഗ്രാമപഞ്ചായത്തിലെ എടപ്പാൾ കണ്ണംചിറ ബാറിന് പുറകുവശത്തെ കുളങ്കരപ്പാടം വ്യാപകമായി നികത്തുന്നതായി പരാതി. ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ഒത്താശയോടെയാണ് പാടം വ്യാപകമായി നികത്തുന്നതെന്നാരോപിച്ച് ബി.ജെ.പി. പ്രവർത്തകർ രംഗത്തെത്തി. ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് തീരുമാനം. വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ എടപ്പാൾ കണ്ണംചിറ ബാറിന് പുറകുവശത്തെ കുളങ്കരപ്പാടം മണ്ണും കെട്ടിടാവശിഷ്ടങ്ങളുമിട്ടാണ് വ്യാപകമായി നികത്തുന്നത്. പലരും പാടം മതിൽ കെട്ടിത്തിരിച്ച ശേഷം പ്രതിഷേധമുയരാത്ത രീതിയിൽ സമയമെടുത്ത് അല്പാൽപമായി നികത്തിവരികയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ സ്ഥലം ആവശ്യക്കാർക്ക് മുറിച്ചു വിൽക്കുകയും ചെയ്യും. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ബി.ജെ.പി. പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ചു. സാധാരണക്കാരന് ഒരു 5 സെന്റ് സ്ഥലം തൂർക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും ഏക്കർ കണക്കിന് ഭൂമി എങ്ങനെ തൂർക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇത് ഉദ്യോഗസ്ഥരുടെയും മറ്റ് ഭരണകക്ഷികളുടെയും ഒത്താശയോടുകൂടിയാണ് പ്രതിപക്ഷവും വട്ടംകുളം പഞ്ചായത്ത് ഭരണപക്ഷവും ചേർന്ന് ഈ വ്യാപകമായ കൃഷിയിടം തൂർക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി വൻ പ്രക്ഷോഭത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൃഷിയിടം തൂർത്തത് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ മണ്ണ് എടുത്തുകൊണ്ടുപോയി പഴയ രീതിയിൽ കൃഷിയിടമായി സംരക്ഷിക്കണമെന്നാണ് ബി.ജെ.പിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ഒത്താശയോടെയാണ് പാടം വ്യാപകമായി നികത്തുന്നതെന്നാണ് ആരോപണം. ഇതിനെതിരെ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് തീരുമാനം. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും പരാതി നൽകുമെന്നും ബി.ജെ.പി. തവനൂർ മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് 18 എടപ്പാൾ. ഇടുക്കി ഹൈറേഞ്ചിലെ കൃഷിയിടങ്ങളിൽ ഒരു കാലത്ത് പ്രൗഢിയോടെ നിറഞ്ഞു നിന്ന കാർഷിക വിളയായിരുന്നു വാനില. വിലത്തകർച്ച മൂലം പിന്നീട് കർഷകർ ഈ കൃഷി ഉപേക്ഷിച്ചെങ്കിലും ചുരുക്കം ചിലർ ഇപ്പോഴും ഈ വാനില കൃഷി നടത്തുന്നുണ്ട്. 2000ത്തിന്റെ തുടക്കത്തിൽ ഹൈറേഞ്ചിലെ കർഷകർക്കിടയിൽ പ്രചാരം നേടിയ പ്രധാന കൃഷിയായിരുന്നു വാനില. ആദ്യകാലത്ത് വാനില ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടി. ഇതോടെ കൂടുതൽ കർഷകർ കൃഷിയിലേക്കെത്തി. എന്നാൽ അധികകാലം വില നിലനിൽക്കാതെ വന്നതോടെ കൃഷിയിലുള്ള താൽപര്യം കുറഞ്ഞു. മറ്റ് കൃഷികളേക്കാൾ ഉൽപാദന ചെലവേറിയ കൃഷിയാണ് വാനില. തുടർച്ചയായ വിലയിടിവ് മൂലം കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലായി. ഹൈറേഞ്ചിൽ ഇപ്പോൾ വാനില കൃഷി നാമമാത്രമായി. വാനില ഇന്ന് ചുരുക്കം ഇടങ്ങളിൽ മാത്രമാണുള്ളത്. മുൻപ് പൊന്നും വില ലഭിച്ച വാനിലയ്ക്ക് ഇന്ന് പ്രൗഢി മങ്ങി. കൃഷി കുറെയെങ്കിലും നിലനിർത്തിയ കർഷകർക്ക് ഉൽപാദനത്തിന് വിപണി കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യവുമാണ്. സർക്കാരിന്റെ പ്രോത്സാഹനമുണ്ടായാൽ മാത്രമേ വാനില കൃഷിയിൽ നിലനിൽക്കാനാവൂ എന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഈ വന്യമൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അത്തരത്തിൽ ഭീതി പരത്തുന്നതുമായ വാർത്തകൾ ദിവസവും നമ്മളെ തേടിയെത്താറുണ്ട്. അത്തരത്തിലൊരു വാർത്തയിലേക്കാണ് ഇനിയും പോകുന്നത്. കാട്ടാനപ്പേടിയിലാണ് കൊല്ലത്തിന്റെ മലയോര മേഖല. ചെറുകടവ് വാർഡിലാണ് കാട്ടാന വ്യാപക നാശം വരുത്തുന്നത്. 3 ആഴ്ചയായി ജനവാസ മേഖലയിൽ കാട്ടാന തമ്പടിച്ചിരിക്കുകയാണ്. തെന്മല ചെറുകടവിൽ വനത്തോട് ചേർന്നുള്ള പ്രദേശമാണിവിടം. ആനശല്യം മൂലം KSFDCയുടെ പറങ്കിമാവിൻ തോട്ടത്തിന് സമീപത്തെ താമസക്കാരാണ് വലയുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല. ഇന്നലെ രാത്രി 8 മണിക്ക് ഈ നാട്ടിൽ വന്ന് ഇറങ്ങിയ ഈ ഗ്രാമത്തിൽ ഇറങ്ങിയ ആന 11:30 ആയപ്പോഴാണ് ഒരു തെങ്ങ് തള്ളി ഒടിച്ച് ഈ ലൈനിന്റെ മുകളിലേക്കിട്ട് 42ഓളം കുടുംബങ്ങൾക്കുള്ള വെട്ടമാണ് ഇന്നലെ രാത്രി 11:15 നഷ്ടമായത്. ചക്ക സീസൺ ആയതോടെ ആനകൾ കൂട്ടമായി എത്തുകയാണ്. മറ്റു കാർഷിക വിളകൾക്കും വ്യാപക നാശം വരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആന പ്ലാവ് വൈദ്യുത പോസ്റ്റിന് മുകളിലേക്ക് തള്ളിയിട്ടിരുന്നു. ഇതോടെ 47 കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായത്. ഇത് ഗവൺമെന്റ് ഈ ഭാഗത്തേക്ക് ഒരു വേലി നമുക്ക് 10 ഏക്കർ 16 പറ്റി ഈ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേലിട്ട് കഴിഞ്ഞാൽ കുറേ ശല്യം അങ്ങ് മാറും. അപ്പോൾ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ഈ പ്രദേശ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ഇത്തരം ഭാഗത്ത് ജനങ്ങൾക്ക് വേലി അടിയന്തരമായിട്ട് നൽകണമെന്ന വാടം പറയുന്ന രീതിയിൽ എനിക്ക് അതിനകത്ത് അഭ്യർത്ഥനയുണ്ട്. ആനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താൻ നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വനം വകുപ്പും KSFDCയും തമ്മിലുള്ള തർക്കവും സ്ഥിതി രൂക്ഷമാകാൻ കാരണമാകുന്നു. ന്യൂസ് 18 പുനലൂർ. കിളിമാനൂർ വെള്ളല്ലൂരിൽ വേടന്റെ പ്രോഗ്രാമിനായി LED വോൾ സെറ്റ് ചെയ്യവേ ഷോക്കേറ്റ് മരിച്ച യുവാവിന്റെ കുടുംബത്തെ പരിപാടിയുടെ സംഘാടകർ തിരിഞ്ഞു നോക്കിയില്ലെന്ന ആരോപണം. മരണം സംഭവിച്ചതിനു ശേഷവും പരിപാടി തുടരാനായിരുന്നു തീരുമാനം. എന്നാൽ വേടനാണ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചത്. ഇക്കഴിഞ്ഞ 8-ാം തീയതിയായിരുന്നു കിളിമാനൂരിൽ വേടന്റെ പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നത്. വേടൻ സ്ഥലത്തെത്തി സൗണ്ട് ടെസ്റ്റ് ചെയ്ത് മടങ്ങിയ ശേഷമാണ് യുവാവ് ഷോക്കേറ്റ് മരിച്ചത്.
മുട്ടൊപ്പം ചെളിയും വെള്ളവും നിറഞ്ഞ സ്ഥലത്ത് ഇത്തരത്തിൽ ആയിരങ്ങൾ തടിച്ചുകൂടുന്ന ഒരു സംഗീത പരിപാടി സംഘടിപ്പിക്കാൻ പാടില്ലായിരുന്നുവെന്നും യാതൊരു സുരക്ഷയുമില്ലാതെ ചെളിവെള്ളത്തിൽ കൂടിയാണ് ഇലക്ട്രിക് കേബിളുകൾ ഇട്ടിരുന്നതെന്നും മരിച്ച ലിജുവിന്റെ സഹപ്രവർത്തകർ ആരോപിച്ചു. LED വാളും നനഞ്ഞ പ്രതലത്തിലാണ് ഘടിപ്പിച്ചിരുന്നത്. ഇതിന്റെ അപകട സാധ്യതയെക്കുറിച്ച് നേരത്തെ തന്നെ സംഘാടകരെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ എങ്ങനെയും പരിപാടി നടത്തണമെന്ന നിർബന്ധത്തിലായിരുന്നു സംഘാടകർ എന്നും ലിജുവിന്റെ സുഹൃത്തുക്കൾ പറയുന്നു. ഇത്രയും വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അവിടെ ഒരു മെഡിക്കൽ ടീമിനെ തയ്യാറാക്കാൻ പോലും ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. ഒരു മെഡിക്കൽ ടീം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ രക്ഷപ്പെടുമായിരുന്നു. ഷോക്ക് അടിച്ച് CPR കൊടുത്ത് ഒരുപക്ഷെ രക്ഷപ്പെട്ടിരുന്നു മെഡിക്കൽ ടീം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും. അത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ലക്ഷങ്ങൾ വായ്പയെടുത്താണ് ലിജു LED വാളുകളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങിയത്. വേടന്റെ പ്രോഗ്രാം മുടങ്ങിയതിനെ തുടർന്ന് കാണികൾ നടത്തിയ ചെളിയേറിൽ ഈ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. LED വാളിലെ തകരാറ് കൊണ്ടാണ് അപകടമുണ്ടായതെന്ന് വരുത്തി തീർത്ത് കൈ കഴുകാനാണ് സംഘാടകർ ശ്രമിക്കുന്നതെന്നും എന്നാൽ LED വാളുകൾ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടും പവർ ഡ്രോപ്പ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും ലിജുവിന്റെ സഹപ്രവർത്തകർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ വേടന്റെ പ്രോഗ്രാം നടക്കാത്തതിലും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു, വിവാദമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രോഗ്രാം നടന്നു എന്നതിന്റെ പേരിലും ഇപ്പോൾ ആ ഷോക്കേറ്റ് മരിച്ച വ്യക്തിയുടെ കുടുംബം രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം. കായംകുളം ടൗണിൽ കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കം വിവാദത്തിൽ. പദ്ധതിക്കെതിരെ ഭരണകക്ഷി അംഗങ്ങൾ തന്നെ രംഗത്ത് വന്നു. പദ്ധതിക്ക് പിന്നിൽ അഴിമതി ഉണ്ടെന്നാണ് ആരോപണം. കായംകുളത്ത് മൊബൈൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന ആരോപണമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഉയരുന്നത്. 1.73 കോടി രൂപ ചെലവിടുന്നതാണ് ഭരണപക്ഷത്തിന് തന്നെ സംശയമുണ്ടാകാൻ കാരണം. ബംഗളൂരു ആസ്ഥാനമായ കമ്പനിക്ക് 27 ലക്ഷം രൂപ നടപടിക്രമങ്ങൾ പാലിക്കാതെ മുൻകൂറായി നൽകിയതാണ് വിവാദമായത്. ചെയർപേഴ്സന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് തുക കൈമാറിയത്. പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ സ്ഥലമുണ്ടായിട്ടും മൊബൈൽ പദ്ധതി കൊണ്ടുവരേണ്ട കാര്യം എന്താണെന്നാണ് ചോദ്യം. 46,48,610 രൂപ FSTPക്കും 5 വർഷത്തേക്ക് മെയിന്റനൻസ് തുകയായി 1.24 കോടിക്കുമാണ് കരാർ അനുവദിച്ചത്. 2 കമ്പനികളാണ് ഇതിനായി സമീപിച്ചതെന്നാണ് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ കമ്പനിയുടെ പാൻ കാർഡ് ഉപയോഗിച്ചാണ് തുക കൈമാറിയതെന്ന് വ്യക്തമായതോടെ രണ്ടും ഒരു കമ്പനിയാണെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ തീരുമാനിച്ച് അംഗീകാരം വാങ്ങിയ പദ്ധതി ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ധനകാര്യ ആരോഗ്യ സമിതികൾക്ക് മുൻപാകെ അവതരിപ്പിക്കാത്തതും സംശയം കൂട്ടുന്നു. ശുചിത്വ നഗരത്തിന്റെ നിർവഹണ ഉദ്യോഗസ്ഥനായ ഹെൽത്ത് സൂപ്പർവൈസറെയും ഫയൽ നീക്കം സംബന്ധിച്ച് അറിയിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മുൻകൂറായി പണം നൽകിയതിനെ ഭരണകക്ഷി അംഗങ്ങൾ ചോദ്യം ചെയ്തത്. ന്യൂസ് 18 കായംകുളം. കണ്ണൂർ മലപ്പട്ടത്ത് കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നയിച്ച ജാഥ മലപ്പട്ടം ടൗണിൽ എത്തിയപ്പോഴാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായത്. CPM മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലായിരുന്നു സംഭവം. CPM ഓഫീസിൽ നിന്ന് കല്ലേറും കുപ്പിയേറും ഉണ്ടായെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ജനാലകൾ കോൺഗ്രസ് പ്രവർത്തകർ അടിച്ചു തകർത്തു. തുടർന്ന് ഇരുവിഭാഗം പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പോലീസ് ഇടപെട്ട് ഇവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ഒരാഴ്ച മുൻപ് അടുവപ്പുറത്ത് CPM പ്രവർത്തകർ ഗാന്ധി സ്തൂപം തകർത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ CPM യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഒരു സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. പക്ഷേ ഇപ്പോഴും ഏത് സമയവും ഇവിടെ ഒരു സംഘർഷം ഉണ്ടാകാം എന്നത് തന്നെയാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ പോലീസിന്റെ സുരക്ഷാ വിന്യാസമൊക്കെയും ആ സ്ഥലത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
കോതമംഗലം വടാട്ടുപാറക്കാർക്ക് ഇനി കുട്ടമ്പുഴയിലേക്ക് എളുപ്പമെത്താം. ബംഗ്ലാവും കടവിൽ മുങ്ങിക്കിടന്ന ജങ്കാർ സർവീസ് പുനരാരംഭിക്കുന്നതോടെ ദീർഘനാളായുള്ള യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത്. വാടാട്ടുപാറ നിവാസികളുടെ ദീർഘകാല ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ 5 വാർഡുകൾ ഉൾപ്പെടുന്ന വാടാട്ടുപാറയിലേക്ക് 30ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. പുഴയ്ക്ക് കുറുകെ ജങ്കാർ സർവീസ് തുടങ്ങുന്നതോടെ ഈ ദൂരം 4 കിലോമീറ്ററായി ചുരുങ്ങും. പഞ്ചായത്ത് ആസ്ഥാനമായ കുട്ടമ്പുഴയിലേക്ക് എത്തുന്നവർക്കും തിരിച്ച് വാടാട്ടുപാറ സന്ദർശിക്കുന്നവർക്കും പണവും സമയവും ലാഭിക്കാമെന്നതാണ് നേട്ടം. വിനോദസഞ്ചാര മേഖലയ്ക്കും ഇത് നേട്ടമാകും. വനത്തിലൂടെയുള്ള റോഡ് നിലവിലുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. ശ്രമദാനത്തിലൂടെ പണികൾ പൂർത്തിയാക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. കുട്ടമ്പുഴ പഞ്ചായത്ത് 7.5 ലക്ഷം രൂപ ചെലവിട്ട് ജങ്കാർ സർവീസ് പുനരാരംഭിക്കുകയാണെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യമെന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CBK പറഞ്ഞു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ 5 വാർഡുകൾ സ്ഥിതി ചെയ്യുന്നത് വടാട്ടുപാറ മേഖലയിലാണ്. അവിടെ ഏകദേശം 10,000-ഓളം ജനങ്ങളുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഏകദേശം 30 കിലോമീറ്റർ യാത്ര ചെയ്യണം. എന്നാൽ ഇവിടുത്തെ ഈ വനത്തിലൂടെയുള്ള ഈ യാത്ര ഏകദേശം 4 കിലോമീറ്ററേ ഉള്ളൂ. 26 കിലോമീറ്റർ അവർക്ക് സേവ് ചെയ്യാൻ കഴിയും, സമയം അത്ര ലാഭിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജങ്കാർ സർവീസ് പുനരാരംഭിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പാലം വരണം എന്നതാണ് വടാട്ടുപാറക്കാരുടെ ആഗ്രഹം. ജങ്കാർ സർവീസ് പുനരാരംഭിക്കുന്നത് ഇവിടുത്തുകാരുടെ യാത്രാ ക്ലേശത്തിന് ഒരു താൽക്കാലിക പരിഹാരമേയാകൂ. പുഴയ്ക്ക് കുറുകെ പാലം വന്നാൽ മാത്രമേ ആയിരക്കണക്കിന് വരുന്ന ആളുകളുടെ യാത്രാ ക്ലേശം പൂർണ്ണമായി പരിഹരിക്കപ്പെടുകയുള്ളൂ. ന്യൂസ് 18 കോതമംഗലം. സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഇടമാണല്ലേ ഇടുക്കിയിലെ അഞ്ചുരുളി. അപ്പോൾ അഞ്ചുരുളിയുടെ കാഴ്ചകൾ അടുത്തറിയാൻ പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് വനം വകുപ്പ്. കാനനപാതയിലൂടെ നടന്ന് ജലാശയത്തിന് സമീപത്തെത്തി കാഴ്ചകൾ ആസ്വദിക്കാനുള്ള അവസരമാണ് ഇക്കോ ടൂറിസം പദ്ധതിയിലൂടെ വനം വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. മേഖലയിൽ സഞ്ചാരികൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്താനും പ്രദേശത്ത് മാലിന്യം ഇല്ലാതാക്കി സംരക്ഷിക്കാനും പദ്ധതി ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇടുക്കി ജലാശയത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച നൽകുന്ന പ്രദേശമാണ് അഞ്ചുരുളി. ഇടുക്കി വനമേഖല, വിശാലമായ ജലപ്പരപ്പ്, അഞ്ചുരുളി ടണൽ, കരടിയള്ള് ഗുഹ തുടങ്ങിയ കാഴ്ചകൾ ഏറെയുണ്ട് ഇവിടെ. വശത്തു നിന്നും ജലാശയത്തിന്റെ കാഴ്ച ലഭ്യമാകുന്ന അഞ്ചുരുളി മുനമ്പിലേക്ക് വിലക്ക് ലംഘിച്ചും സഞ്ചാരികൾ എത്തിയിരുന്നു. മേഖലയിലെ അപകട സാധ്യത പോലും മനസ്സിലാക്കാതെയാണ് പലരും അതിക്രമിച്ചു കയറിയിരുന്നത്. വനമേഖലയിൽ സഞ്ചാരികൾ മാലിന്യം നിക്ഷേപിക്കുന്നതും പതിവായിരുന്നു. ഈ സാഹചര്യങ്ങൾക്ക് പരിഹാരം എന്ന നിലയിലാണ് വനം വകുപ്പ് ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ നിർവഹിച്ചു. ഞങ്ങൾ ഇവിടെ ഒരു നിയന്ത്രിത ടൂറിസം അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദ ഒരു ടൂറിസം വേണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി രൂപീകരിച്ച് കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് കൊടുത്തിരുന്നു. അത് നമ്മൾ കൊടുത്തത് അഞ്ചുരുളി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് അത് തയ്യാറാക്കി കൊടുത്തത്. കാനനപാതയിലൂടെ സഞ്ചരിച്ച് കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 4 ഗൈഡുമാരെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്ന 10 അംഗ സ്വയം സഹായ സംഘത്തിനാണ് നടത്തിപ്പ് ചുമതല. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ന്യൂസ് 18 ഇടുക്കി. ഇനി തിരുവനന്തപുരത്തെ ഇതുപോലെ മനോഹരമായ ഒരു സ്ഥലത്തെ കാഴ്ചകൾ കാണാൻ പോയാലോ? സഹ്യന്റെ മടിത്തട്ടിലെ മനോഹരമായ കടവാണ് അമ്പൂരി മായം കടവ്. പ്രാദേശിക ടൂറിസത്തിന് ഏറെ സാധ്യതകളുള്ള മായം കടവിലേക്ക് അവധിക്കാലമായതോടെ വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ്. പോക്കറ്റ് കാലിയാകാതെ മനോഹരമായ ഒരു പിക്നിക് ഏതൊരു സാധാരണക്കാരന്റെയും ആഗ്രഹങ്ങളിൽ ഒന്നാണ്. അത് തന്നെയാണ് അമ്പൂരി മായം കടവ് പ്രാദേശിക വിനോദസഞ്ചാരികൾ തിരഞ്ഞെടുക്കുന്നത്. സഹ്യന്റെ മടിത്തട്ടിൽ നെയ്യാറിന്റെ റിസർവോയർ കൂടിയായ മായങ്കടവിൽ നിന്നാൽ കാടിന്റെ വന്യത കൂടെ കണ്ട് ആസ്വദിക്കാം. അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ മായം സ്കൂളിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കടവിലേക്ക് അവധി ദിനങ്ങളിൽ സഞ്ചാരികളുടെ ഒഴുക്ക് ദിനം പ്രതി വർദ്ധിക്കുകയാണ്. കുടുംബസമേതമായി എത്തുന്നവർ ഒരുമിച്ചിരുന്ന് ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നതും കടവിൽ നീന്തി കുളിക്കുന്നതും
പരമ്പരാഗത വള്ളത്തിലുള്ള യാത്രയുമൊക്കെ ആസ്വദിച്ചാണ് കടവിനോട് വിട പറയുന്നത്. ഞാൻ മിക്കവാറും ഹോളിഡേയ്സ് ഒക്കെ വരാറുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തോടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നീന്തലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. കാരണം ഇത് കുറച്ച് ദൂരം നമുക്ക് ഈ വെള്ളത്തിലൂടെ ഇറങ്ങി പോകാനായിട്ട് സാധിക്കും. പിന്നെ നെയ്യാറിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടു തന്നെ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്നവർക്ക് കാട്ടാക്കട കള്ളിക്കാട് വഴിയോ നെയ്യാറ്റിങ്കര അമ്പൂരി വഴിയോ മായങ്കടവിലെത്താം. ചുരുക്കത്തിൽ തലസ്ഥാന നഗരിയിൽ നിന്ന് 33 കിലോമീറ്റർ പിന്നിടുമ്പോൾ ഈ പ്രകൃതി സുന്ദരമായ ഇടത്തെത്താം. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് ഭരണകൂടം. ടവർ ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് അനന്തമായ ജലാശയത്തിന്റെ ഭംഗി ആസ്വദിക്കാനുള്ള പദ്ധതികൾ ഏറെക്കുറെ ഒരുങ്ങി വരുന്നുണ്ട്. വിനോദസഞ്ചാരികൾക്ക് നെയ്യാർ ഡാം, കാപ്പുകാട് ആനപരിപാലന കേന്ദ്രം, മായങ്കടവ്, പ്ലാൻകൂടിക്കടവ് എന്നിവ കണ്ട് സംസ്ഥാന അതിർത്തിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ തൃപ്പരപ്പ് വെള്ളച്ചാട്ടവും കണ്ട് ഒരു ദിവസത്തെ ഉല്ലാസയാത്ര നടത്താൻ കഴിയും. പ്രാദേശിക ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന സർക്കാർ മായങ്കടവിനെ ഗൗരവമായി തന്നെ കണ്ടാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് മറ്റൊരു മുതൽക്കൂട്ടാകും എന്നതിന് എതിർ അഭിപ്രായമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കീശ കാലിയാകാതെ ഒരു ചെറിയ ട്രിപ്പാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കുള്ളൻ വളർത്തു മൃഗങ്ങൾ എന്നും കാഴ്ചക്കാർക്ക് കൗതുകമാണല്ലേ? കാസർഗോഡൻ കുള്ളൻ പശുക്കളെ പറ്റി നമ്മൾ ധാരാളം കേട്ടിട്ടുമുണ്ട്. എന്നാൽ വ്യത്യസ്തമായ കുള്ളൻ ആടുകളാണ് ഇപ്പോഴത്തെ താരം. കാസർകോട്ടെ മലയോര ഗ്രാമമായ പനത്തടി ബളാന്തോട് താമസിക്കുന്ന വിജയ് പനത്തടിയാണ് കുള്ളനാടുകളെ വളർത്തുന്നത്. 10 കുള്ളനാടുകളാണ് വിജയ്ക്കുള്ളത്. കുള്ളൻ പശു പോലെ തന്നെ കാസർകോടിന്റെ സ്വന്തം പൈതൃകമാണ് കുള്ളനാടുകൾക്കുമെന്ന് വിജയ് പനത്തടി പറയുന്നു. ഇവിടെ കുള്ളൻ ടൈപ്പിൽപ്പെട്ട ഒരുപാട് ജീവികൾ, കുട്ടി മനുഷ്യർ വരെ ഉണ്ട്. കുള്ളൻ മനുഷ്യർ, ചെറിയ 2.5 അടി മനുഷ്യർ വരെ ഇവിടെ ഉണ്ട്. അത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കാണുന്നതാണ്. പിന്നെ ഇവിടെ പിന്നെ കാണുന്നത് ഈ പശ്ചിമഘട്ടത്തിലാണ്. ഈ കേരള കർണാടക അതിർത്തി പശ്ചിമഘട്ടത്തിലാണ് പിന്നെ ഇന്ത്യയിൽ കാണുന്നത്. അതൊക്കെ ഇവിടെയുണ്ട്. ഈ ഭാഗത്ത് പുഴക്കരയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ രാത്രി കാലങ്ങളിൽ. ഇതിപ്പോൾ കാസർഗോഡ് കുള്ളനാണ്. 1.5 അടി പൊക്കവും 2 അടി നീളവും മാത്രമാണ് അതിനുള്ളത്. അതുപോലെ പാല് നല്ല കൊഴുത്ത പാല്. മറ്റാടുകളെ പോലെ ഇതിന് ഈ ദുർഗന്ധമൊന്നുമില്ല പാലിന്. അതുപോലെ ഇറച്ചി നല്ല ടേസ്റ്റും ഔഷധ ഗുണമാണ്. പാലിന് ഔഷധ ഗുണമുള്ളതാണ്. പ്രായപൂർത്തിയായ കുള്ളനാടിന് 2.5 അടി നീളം മാത്രമാണുള്ളത്. ഇവ പൂച്ചകളെ പോലെ ഇണങ്ങി ഒരു ശല്യവും ഇല്ലാതെ കൂടെ നടക്കും. എന്നാൽ അപരിചിതരെ പിടിക്കാൻ ചെന്നാൽ കടിച്ച് മുറിവേൽപ്പിക്കുമെന്ന് വിജയ് പറയുന്നു. തൂക്കത്തിൽ മുൻപത്തിയിലാണിവർ. 30 കിലോയോളം തൂക്കം വരും കുള്ളനാടുകൾക്ക്. നല്ല കൊഴുപ്പുള്ള പാലും ഔഷധ ഗുണവും സ്വാദിഷ്ടമായ ഇറച്ചിയും പ്രത്യേകതയാണ്. ഇത്തരം ആടുകളുടെ കാഷ്ടം ഉപയോഗിച്ച് ആയുർവേദ വൈദ്യന്മാർ ത്വക്ക് രോഗങ്ങൾക്ക് പുറമേ പുരട്ടുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നും വിജയ് പറയുന്നു. ഇതിന്റെ കാഷ്ടമാണ് ഔഷധത്തിന് ഉപയോഗിക്കുന്നത്. മറ്റാടുകളിൽ നിന്നും വ്യത്യസ്തരായ കുള്ളനാടുകളെ കാണാൻ നിരവധി ആളുകളും ഇവിടെ എത്തുന്നു. എഴുത്തുകാരനും ലാൻഡ് സർവേയറുമാണ് വിജയ് പനത്തടി. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കിയുടെ മലനിരകളിലൂടെ മെട്രോ റെയിൽ ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? മലമുകളിൽ നിന്ന് പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുടെ മനോഹാരിത ആസ്വദിച്ച് കാട് കീഴടക്കുന്ന വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് ഒരു യാത്ര, അല്ലേ? ഒരിക്കലും നടക്കാത്ത സ്വപ്നമെന്ന് തോന്നുമെങ്കിലും എയുടെ സഹായത്തോടെ അങ്ങനെ ഒരു യാത്ര ഒരുക്കിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ ആ യാത്ര ആസ്വദിക്കാം. തേയിലച്ചെരുവകളെ തഴുകിയിറങ്ങുന്ന കോടമഞ്ഞിനെ കീറിമുറിച്ചു പായുന്ന മെട്രോ ട്രെയിൻ. ഭാവിയിൽ ഇടുക്കിയിൽ മെട്രോ റെയിൽ എത്തിയാൽ എങ്ങനെയായിരിക്കുമെന്ന് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാട്ടിത്തരികയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. മെട്രോ സ്റ്റേഷനുകളും ജലസംഭരണികളും കാടും മലയും എല്ലാം വീഡിയോയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒരു കോൺസെപ്റ്റ് ആക്ച്വലി റാൻഡം ആയിട്ട് വന്നൊരു കോൺസെപ്റ്റാണ്. ലൈക്ക് ഞാൻ ആദ്യമേ വിചാരിച്ചത്, ആക്ച്വലി ഞാൻ ജനിച്ചതും വളർന്നതും പാങ്കോട് എന്ന് പറഞ്ഞൊരു ഗ്രാമം വൈബുള്ളൊരു സ്ഥലത്താണ്. സോ ആദ്യമേ ഞാൻ വിചാരിച്ചത് ഈ മെട്രോ നമ്മുടെ ഗ്രാമത്തേക്കിടെ പോലെ, ആക്ച്വലി നമ്മുടെ ഗ്രാമത്തിലുള്ള അമ്പലവും അല്ലെങ്കിൽ പാടോ അതിൻ്റെ മുകളിലേക്കൊക്കെ മെട്രോ പോയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആദ്യമേ വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഇടുക്കിക്കൊരു ട്രിപ്പ് പോലെ പോയത്. സോ അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി മൈൻഡിൽ ഈ ഒരു മെട്രോ ഇടുക്കിയിൽ വന്നാൽ അത് ഇടുക്കിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, വർക്കൗട്ട് ആവുമോ എന്നൊരു തോട്ട് പോലെ വന്ന് പിന്നെ ആക്ച്വലി ഞാനത് AI യൂസ് ചെയ്തിട്ടൊന്ന് മെട്രോ ഇടുക്കിയിലൊന്ന് പ്ലേസ് ചെയ്ത് നോക്കി. ആ വീഡിയോ ആണ് ആക്ച്വലി ഞാൻ റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ബേസിക്കലി ഞാനൊരു വീഡിയോ എഡിറ്ററാണ്. ലൈക്ക് വർഷങ്ങളായിട്ട് ഈ ഒരു പ്രൊഫഷൻ തന്നെയാണ് ആക്ച്വലി ഫോളോ ചെയ്യണത്. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ AI വീഡിയോയ്ക്ക് പിന്നിൽ SBA ക്രിയേറ്റീവ് എന്ന കൂട്ടായ്മയാണ്.
മെട്രോ എത്തിയാൽ ഇടുക്കിയുടെ തനത് ഭംഗി നഷ്ടമാകുമെന്നും ഭംഗി വർദ്ധിക്കുമെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങളും സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. സ്വപ്നം യാഥാർത്ഥ്യമായാലും ഇല്ലെങ്കിലും വീഡിയോ ഇടുക്കിയെ സ്നേഹിക്കുന്നവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എന്റെ കേരളം പ്രദർശനം കൊല്ലം ആശ്രാമം മൈതാനിയിൽ ആരംഭിച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിന് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു. ഇടത് സർക്കാർ കഴിഞ്ഞ 9 വർഷ കാലയളവിൽ ജില്ലയിൽ നടപ്പിലാക്കിയ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന മേളയ്ക്കാണ് കൊല്ലം ആശ്രാമം മൈതാനിയിൽ തുടക്കമായത്. വിജ്ഞാന വിനോദപ്രദമായ കാഴ്ചകളും വേറിട്ട രുചികളുടെ ഫുഡ് കോർട്ടുകളും പ്രദർശന നഗരിയിലുണ്ട്. വിസ്മയ കൗതുക കാഴ്ചകൾക്കൊപ്പം വേറിട്ട കലാപരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായ ചടങ്ങിൽ മന്ത്രി KN ബാലഗോപാൽ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോ 48 മാസത്തെ പെൻഷൻ മാത്രമല്ല, അതിനു മുമ്പുള്ളതും കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തെ കൊടുത്ത് ഇപ്പോൾ 2-3-4 മാസം കുടിശ്ശിക ഉണ്ടാകുന്ന കുടിശ്ശിക ഇപ്പോൾ മെയ് മാസവും കുടിശ്ശിക സംഘം കൊടുക്കും. അപ്പൊ എല്ലാവരുടെയും എല്ലാ കാര്യവും നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചികിത്സാ രംഗത്ത് 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് ചികിത്സ കൊടുക്കുന്ന പദ്ധതി. അതൊക്കെ നിങ്ങൾക്കറിയാം. ലൈഫ് പദ്ധതി 5.5 ലക്ഷം പേർക്കെങ്കിലും ഇപ്പോൾ ഈ വർഷം കൂടി കഴിയുമ്പോൾ വീട് കിട്ടുമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടക്കുന്നത്. വീടുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് പ്രവേശനം. സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും സൗജന്യ സേവനങ്ങളും 156 സ്റ്റാളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 96 കൊമേഴ്ഷ്യൽ സ്റ്റാളുകളിൽ വിവിധ വകുപ്പുകളുടെയും സർക്കാർ ഏജൻസികളുടെയും ഉത്പന്ന പ്രദർശനവും വിൽപ്പനയുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 20-ന് പ്രദർശന വിൽപ്പനമേള സമാപിക്കും. ന്യൂസ് 18 കൊല്ലം. പാലക്കാട് പട്ടാമ്പിയിൽ സേവ് CPI മാനവ സംഗമം പരിപാടിയിലുണ്ടായ അക്രമത്തിൽ കേസെടുത്ത് പോലീസ്. കണ്ടാൽ അറിയാവുന്ന 7 പേർക്കെതിരെയാണ് പട്ടാമ്പി പോലീസ് കേസെടുത്തത്. CPI വിമതരായ സേവ് CPI ഫോറം പ്രവർത്തകർ പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച മാനവ സംഗമം വേദിയിലാണ് കയ്യാങ്കളിയുണ്ടായത്. പരിപാടിയുടെ ഉദ്ഘാടകരായി മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ VT ബൽറാമിനെ നിശ്ചയിച്ചതടക്കമുള്ള പ്രശ്നങ്ങളാണ് കയ്യാങ്കളിയിലെത്തിയത്. ഇനിയൊരു നല്ല കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം വെൺപാലവട്ടം ക്ഷേത്രത്തിന് സമീപത്തെ അരയാലിൽ നിറയെ ആലിൻക പഴുത്ത് നിൽക്കുകയാണ്. മരച്ചിലയിലൂടെ ചുവടുവെച്ച് അത് കൊത്തി തിന്നാനെത്തുന്ന മൈനകൾ മനോഹര കാഴ്ചയാണ്. ഞങ്ങളുടെ ക്യാമറാമാൻ അരുൺ ചിത്തു പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ഒരുപാട് നെഗറ്റീവ് വാർത്തകളും അക്രമ സംഭവങ്ങളും ഒക്കെ നിരന്തരം കേട്ടുപിടിക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള നല്ല കാഴ്ചകൾ വല്ലാത്ത ഒരു കുളിർമ സമ്മാനിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് ഈ നല്ല കാഴ്ചയോടുകൂടി നാട്ടിലെന്തുണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും ഒപ്പം അതിഥിയുമായി എത്രയും വേഗം മടങ്ങിയെത്താം. അതിനു മുമ്പ് നല്ല വാക്ക് കാണാം.